ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജിം ബെൽറ്റുകളെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോഴും ലിഫ്റ്റ് ചെയ്യുമ്പോഴും ഒട്ടുമിക്ക ആൾക്കാർ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ പോലും യൂസ് ചെയ്യുന്ന ബെൽറ്റുകളാണ് ഇത്തരത്തിലുള്ള ജിം ബെൽറ്റുകൾ. എന്നാൽ ഈ ജിം ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാക്കിന് കൂടുതൽ ഇഞ്ചുറിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ജിം ബെൽറ്റുകൾ നമുക്കുണ്ടാക്കുന്ന ഇഞ്ചുറിയെ പറ്റി. ഐ ആം രാജേഷ് കെ മോഹൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തിനാണ് നമ്മൾ ജിം ബെൽറ്റ് യൂസ് ചെയ്യുന്നത്? ജിമ്മിൽ വന്ന് ജിം ബെൽറ്റ് കെട്ടി ഡെഡ് ലിഫ്റ്റോ സ്ക്വാട്ടോ ചെയ്യുന്നവരുടെ വിചാരം എന്ന് പറയുന്നത് ജിം ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിന് ഇഞ്ചുറി ഉണ്ടാവില്ല, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്നാണ്. എന്നാൽ ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങൾക്ക് ജിം ബെൽറ്റ് യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതൽ. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ജിം ബെൽറ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഗുണങ്ങളെ പറഞ്ഞുതരാം. ജിം ബെൽറ്റ് കിട്ടുന്ന ഒരിക്കലും നിങ്ങളുടെ നട്ടലിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അബ്ഡമൻ പ്രഷർ കൂട്ടാനാണ്. അങ്ങനെ ഒരു പ്രഷർ കൂട്ടുമ്പോൾ നിങ്ങളുടെ സ്പൈനിന് ചെറിയ സപ്പോർട്ട് കിട്ടും, നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മളിത് കണ്ടിന്യൂസ് നമ്മൾ ഈ ജിം ബെൽറ്റ് യൂസ് ചെയ്താലുള്ള ഡ്രോബാക്കുകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ജിം ബെൽറ്റ് യൂസ് ചെയ്താണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ മസിൽസ് എല്ലാം ഭയങ്കരമായിട്ട് വീക്ക് ആവും. പിന്നെ നിങ്ങൾ ഏത് വർക്കൗട്ട് ആയിരുന്നാലും നിങ്ങൾ ജിം ബെൽറ്റ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ഫോമിലല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി ഇഞ്ചുറി ഉണ്ടാവാം. ജിം ബെൽറ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് കൃത്യമായ ഫോമിൽ ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി ഫ്രീ ആയിട്ടും ഇരിക്കാം. ഞാനിപ്പോ പറയാൻ പോകുന്നത് ജിം ബെൽറ്റ് യൂസ് ചെയ്തത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ പറ്റിയിട്ടാണ്. എല്ലാവരുടെയും വിചാരം ഇപ്പോ നമ്മുടെ ലെമ്പാറിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജിം ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും, അല്ലെങ്കിൽ അത് പ്രശ്നമില്ലാതെ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്നാണ്. അത് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് ലെമ്പാറിന് എന്തെങ്കിലും ഇഞ്ചുറി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ജിം ബെൽറ്റ് യൂസ് ചെയ്ത് സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജിം ബെൽറ്റ് നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ L4ഉം L5നും ആക്ച്വലി അതിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പൊ എന്ത് പറ്റും? നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബിലിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെന്റിനെ ഇത് നല്ല രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് ഈ ജിം ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ L1, L2, L3 ഈ ജിം ബെൽറ്റ് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലോവർ ലംബാറിലുള്ള L4നും L5നും അതുപോലെ തന്നെ സാക്രൽ S1നും ഒട്ടും സപ്പോർട്ട് കിട്ടത്തില്ല. അത് ഓവർലോഡ് താങ്ങേണ്ടി വരികയും അതിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ജിം ബെൽറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്ഥിരം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് ഹെർണിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ, നിങ്ങൾ ജിമ്മിൽ വരുന്നത് എന്തിനാണ്? നമ്മൾ ജിമ്മിൽ പോകുന്നത് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനാണ്, നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റുകൾക്ക് ഒന്നും നിങ്ങൾ ജിം ബെൽറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾ കൃത്യമായ ഫോം നോക്കി വർക്കൗട്ട് ചെയ്യാണ് വേണ്ടത്. അതെല്ലാം നിങ്ങളുടെ ഒരു PR എടുക്കുകയാണ്, നിങ്ങളുടെ ഒരു പവർ ലിഫ്റ്റർ ആണെങ്കിലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ റെക്കോർഡ് അടിക്കാനായിട്ട് നിങ്ങൾക്ക് ജിം ബെൽറ്റുകൾ യൂസ് ചെയ്യാം. അല്ലാതെ നോർമലി വന്ന് വെറുതെ ജിം ബെൽറ്റ് ഇട്ട് വർക്കൗട്ട് ചെയ്ത് ഇല്ലാത്ത ഇഞ്ചുറീസ് ഉണ്ടാക്കി വെക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ലെമ്പാറിൽ പ്രശ്നമുള്ള ആളുകൾ ജിം ബെൽറ്റ് യൂസ് ചെയ്താൽ അത് പ്രശ്നം വരില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. അത് വീണ്ടും അഗ്രസീവ് ആവത്തേ ഉള്ളൂ, നിങ്ങളുടെ ബാക്ക് മൊത്തത്തിൽ അടിച്ചു പോവും. സോ ജിം ബെൽറ്റിന്റെ ഉപയോഗങ്ങളും ജിം ബെൽറ്റിന്റെ ദോഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലെ ജിം ബെൽറ്റ് യൂസ് ചെയ്താണ് നിങ്ങൾ ജിമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളൊരു PR എടുക്കുകയാണെങ്കിലോ നിങ്ങളൊരു ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് അത് യൂസ് ചെയ്യുക, ദെൻ കളഞ്ഞേക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് L1, L2, L3 എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ള ഒരു ട്രെയിനർ പറയുന്നെങ്കിൽ, ജിമ്മുകളിലൊക്കെ നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, അവരുടെ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ജിം ബെൽറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങളുടെ ജിമ്മിൽ പോകുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്കാം. ഇതുപോലുള്ള വളരെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അതുവരേക്കും രാജേഷ് കെ മോഹൻ സൈനിങ് ഓഫ്.